നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പല അമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ മക്കൾക്ക് മലയാളം കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും പറ്റുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് മെയിനായിട്ട് എന്താണ് ലെറ്റർ ബൈ ലെറ്ററായിട്ട് ടീച്ചർ കറക്ഷനൊന്നും ചെയ്ത് തരാറില്ല. നമ്മളങ്ങ് സ്വയം പഠിക്കുകയാണ്. ഇപ്പം നമ്മൾ അൺഎയ്ഡഡ് സ്കൂളിൽ അല്ലെങ്കിൽ CBSE സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് മലയാളം ക്യാച്ച് ചെയ്യാൻ. ബാക്കി എല്ലാ സബ്ജക്റ്റും ഓക്കെ ആയിരിക്കും, ഇംഗ്ലീഷും EVSും എല്ലാം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാകും. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് എല്ലാം മലയാളത്തിലായിരുന്നു അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് മലയാളം പഠിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ലാംഗ്വേജും കൂടെ നമ്മളങ്ങ് പഠിച്ചു പോവുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? മലയാളം പീരീഡ് മാത്രമല്ലേ കുട്ടികൾക്ക് മലയാളമായിട്ട് പരിചയമുള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിൽ തന്നെയാണ് വരുന്നത്. അതുതന്നെയാണ് കുട്ടികൾക്ക് മലയാളം ചിഹ്നങ്ങളും കൂട്ടക്ഷരങ്ങളും ഒന്നും തറാവാത്തതിൻ്റെ കാരണവും. ഇനി നമുക്കിതിൻ്റെ പരിഹാരം നോക്കാം. നമ്മളൊരു പാരൻ്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊന്ന് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ CBSE സ്കൂൾ അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന സ്കൂളാണ്, അതുകൊണ്ട് എല്ലാം അവിടെ നിന്ന് ടീച്ചേഴ്സ് തന്നെ ആക്കിക്കോളും എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ അത് നമ്മളൊന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ദിവസം ഒരു 15 മിനിറ്റ് അവർക്ക് ലെറ്റേഴ്സ് തറാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസാണ് പ്രത്യേകിച്ച് പറയുന്നത്. കാരണം 1-ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് എല്ലാ അക്ഷരവും ചിഹ്നവും ചില്ലും ഒക്കെ തറാവണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ചില അക്ഷരങ്ങൾ എളുപ്പത്തിൽ കിട്ടും, റാ താ രാ വാ അങ്ങനെയൊക്കെ. പക്ഷേ ചില അക്ഷരങ്ങൾ മാറിപ്പോവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ലാ പഠിക്കുമ്പോൾ ധായും ലായും മാറിപ്പോവും. അപ്പോൾ താരതമ്യം ചെയ്തിട്ട് നമ്മളൊന്നങ്ങ് ടഫായിട്ടുള്ള ലെറ്റേഴ്സ് അങ്ങ് കുട്ടികളുടെ മൈൻഡിലേക്ക് സെറ്റാക്കി കൊടുത്താൽ അതൊരിക്കലും മാറിപ്പോവില്ല. ഉദാഹരണത്തിന് ഇപ്പം ധാ പഠിക്കുന്നു. അപ്പോൾ ധാ പഠിക്കുമ്പോൾ ധായും ലായും ഏതാണ്ട് ഒരേപോലെയാണ്. ലാ തിരിച്ചിട്ട ധായാണെന്നും വലയുടെ ലായും രഥത്തിൻ്റെ ധായും എന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ 2 അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരിക്കലും മാറിപ്പോവില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട്, അതായത് വലിയ ക്ലാസ്സിലോ 3-ഓ 4-ഓ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ ഏത് ധായമ്മേ എന്ന് ചോദിക്കുമ്പോൾ അത് രഥത്തിൻ്റെ ധായാണോ എന്ന് കുട്ടി തന്നെ തിരിച്ചിങ്ങോട്ട് പറയും. ഇനി മക്കൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് ചിഹ്നങ്ങൾ മാറിപ്പോവുക. അപ്പോൾ ടീച്ചേഴ്സ് അത് കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാകും. എന്നാലും നമ്മൾ വീട്ടിൽ ഒരു ചെറിയ ചാർട്ടെങ്കിലും ഒന്ന് സെറ്റാക്കി വെക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അത് A4 ഷീറ്റിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ A4 ഷീറ്റിൽ ചെയ്യാം. അതിനേക്കാളും ബെറ്റർ ചാർട്ട് തന്നെയാണ്. എന്നിട്ട് നമ്മുടെ ഡോറിൻ്റെ പുറകിലോ എവിടെയെങ്കിലും അതൊന്ന് പേസ്റ്റ് ചെയ്യുകയോ സ്റ്റിക്ക് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ. അപ്പം എല്ലാ സ്വരങ്ങളും എഴുതുക, ആ സ്വരങ്ങളുടെ ചിഹ്നങ്ങളും കൂടെ എഴുതുക. അതിനുശേഷം ആ ഒരു ചിഹ്നങ്ങൾ വരുന്ന അക്ഷരങ്ങളും കൂടെ എഴുതുക. അവരടുത്ത് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, സ്വരത്തിൻ്റെ ചിഹ്നങ്ങൾ ഒരിക്കലും സ്വരങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ മാത്രമേ ഉണ്ടാവൂ എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഈ എന്ന് എഴുതുമ്പോൾ ഈ എഴുതിയിട്ട് അതിൻ്റെ കൂടെ വള്ളിയിടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചാർട്ട് എഴുതേണ്ടത്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ മോഡലാണ് കാണിക്കുന്നത്. എല്ലാ സ്വരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചിഹ്നങ്ങളും ഓരോ സ്വരത്തിൻ്റെ ചിഹ്നങ്ങളും എഴുതുക. ആയ്ക്ക് പ്രത്യേക ചിഹ്നം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും എഴുതണ്ട. ബാക്കി എല്ലാത്തിനും ചിഹ്നങ്ങളും കൂടെ ഉൾപ്പെടുത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യഞ്ജനാക്ഷരം കൂടെ അവിടെ എഴുതുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ് ക്ലിയറാക്കി കൊടുക്കണം. വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മാത്രമേ ഈ ഒരു സ്വരചിഹ്നം ചേർക്കൂ എന്ന്. ദിവസവും ഒരു തവണ അല്ലെങ്കിൽ 2 തവണ, അറ്റ്ലീസ്റ്റാണ് ഞാൻ ഒരു തവണ പറയുന്നത്, മാക്സിമം എത്ര തവണ വേണമെങ്കിലും ആ ചാർട്ട് തൊട്ട് അവരെ കൊണ്ട് വായിപ്പിക്കുക. അപ്പോൾ ടീച്ചറും കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുകയാണെങ്കിൽ അത് ഓൾറെഡി അവർ കളിച്ചോളും. അപ്പോൾ ഇത് കുട്ടികളെ ടീച്ചറായിട്ട് മാറുമ്പം ഒരു സ്കെയിൽ എങ്ങാനും കൊടുത്തിട്ട് അവരോട് പറയുക, മുന്നിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടികളായിട്ട് ബൊമ്മകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ ആയിരിക്കും അവർ വെക്കുക. അവരെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ ഇത് വെച്ചിട്ട് തന്നെ അങ്ങ് പഠിപ്പിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അവരറിയാതെ അതങ്ങ് തറായിക്കോളും. അതായത് സ്കെയിൽ വെച്ചിട്ട് ഓരോന്നും കാ കാ കി കീ അങ്ങനെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ പറയുക. ടീച്ചറും കുട്ടികളും കളിക്കുന്ന കുട്ടികളെടുത്താണ്. അതറിയാതെ തന്നെ ക്യാച്ച് ചെയ്യാൻ നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്, നല്ലൊരു മെത്തേഡും കൂടിയാണ്. മക്കൾ 1-ാം ക്ലാസ്സിൽ ഇതൊക്കെ പഠിക്കും. പക്ഷേ അവർക്ക് എന്നും മാറിപ്പോകുന്നത്, ഈവൻ 4-ാം ക്ലാസ് എത്തുമ്പോഴും മാറിപ്പോകുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? 4 ചിഹ്നങ്ങളുണ്ട്. എ എ പിന്നെ അതുപോലെ തന്നെ ഓ ഓ. ഇത് എപ്പോഴും മാറിപ്പോവും. അത് റൈറ്റിലാണോ ഇടേണ്ടത്, ലെഫ്റ്റിലാണോ ഇടേണ്ടത്, ദീർഘമാണോ ഹ്രസ്വമാണോ, ഭയങ്കര കൺഫ്യൂഷനുള്ള ഏരിയയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്. അതുകൊണ്ട് സ്കൂളിൽ ചിഹ്നങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു 4 ചിഹ്നങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ തറാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം.
ഈ 4 ചിഹ്നങ്ങളെ 2 പെയറാക്കി മാറ്റുക. എ എ ഒരു പെയറും ഒ ഓ വേറൊരു പെയറും. എന്നിട്ട് ആദ്യത്തെ പെയറിൽ എ മാത്രം അവരുടെ ഉള്ളിൽ മനസ്സിൽ പതിക്കുന്ന രീതിയിൽ അതൊന്നങ്ങ് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹ്രസ്വമായിട്ടുള്ള എ ഓട്ടോമാറ്റിക്കലി അവർക്ക് എളുപ്പത്തിൽ ഒരു മാറിപ്പോകാതെ കിട്ടും. അപ്പോൾ എ എങ്ങനെ പഠിപ്പിക്കാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം രണ്ടും ഒന്നങ്ങ് എഴുതുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തത് എ നമ്മൾ അധികം സ്ട്രെസ് കൊടുക്കാതെ അതൊന്നുകിൽ തിരിച്ചിടുകയെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി. ഇനി എക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എ പഠിപ്പിക്കാൻ ഒന്നുകിൽ നമ്മുടെ ചെവിയില്ലേ, ചെവിയുടെ ഷേപ്പ് പോലെ എന്നൊക്കെ നമുക്കതങ്ങ് പറയാം. അപ്പോൾ എ എന്ന് പറയുമ്പോൾ നമ്മൾ ചെവി കോർത്ത് കേൾക്കുന്നില്ലേ, കാതോർത്ത് കേൾക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചെവിയുടെ ഷേപ്പും ഈ ഒരു എ എന്ന ചിഹ്നത്തിൻ്റെ ഷേപ്പും ഒന്ന് കണക്റ്റ് ആവും മൈൻഡിലേക്ക്. അല്ലെങ്കിൽ പഴയ ലാൻഡ് ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ റിസീവർ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എ എന്നുള്ള ചിഹ്നം എഴുതുന്നത് പോലെയാണ് ആ റിസീവർ കിടക്കുന്നത്. അപ്പോൾ ചെവിയിൽ വെച്ചിട്ട് ഹലോ എ എന്ന് വയസ്സായ അമ്മൂമ്മ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചെവി കേൾവിക്കുറവുള്ള അമ്മൂമ്മ ഫോൺ എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയില്ലേ എന്നൊക്കെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു എ എന്ന ചിഹ്നം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിച്ചിട്ട് വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എ ഓക്കെ ആയി കഴിഞ്ഞാൽ എ വേഗം കിട്ടും. തിരിച്ചിടുന്നത് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി അടുത്ത പേരില്ലേ ഓ ഓ, അതിൽ ഓക്ക് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാതെ ഓ പഠിപ്പിക്കുക. നേരത്തെ നമ്മൾ എ പഠിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ ഓ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. അതായത് 3 വേർഡാണ് എഴുതുന്നത്. അതിൽ റായ്ക്ക് മാത്രം ഞാൻ ചന്ദ്രക്കല ഇടുന്നുണ്ട്, ബാക്കിയെല്ലാം ചിഹ്നങ്ങൾ ഇടുന്നുണ്ട്. ഇപ്പോൾ ച ര ച റ്, അതുപോലെ തന്നെ ച ലായും. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ എ ചിഹ്നം ഓൾറെഡി അവർ പഠിച്ചു അല്ലേ. അപ്പോൾ എവിടെയും ആ ചിഹ്നം കാണുമ്പോൾ അത് എ ശബ്ദത്തിൽ അവർ ഉച്ചരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെയെല്ലാം ആ ഒരു എ ചിഹ്നം നമ്മൾ ഇട്ടിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക. ചേര, ചേറ്, ചേല, ഇതൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി പറഞ്ഞോളും. കാരണം നമ്മൾ തറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇട്ട് പഠിച്ച് അല്ലെങ്കിൽ പറഞ്ഞതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ ആ ചിഹ്നവും കൂടെ ഇടുമ്പോൾ അത് ചേ എന്തായി മാറുന്നു, ചോ ആയി മാറുന്നു എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക. അതെല്ലാം അങ്ങനെ തന്നെ ചോരയായി, ചോറായി, ചോലയായി, അങ്ങനെ നമ്മൾ ഓ ഓ എന്ന പേരിൽ ഓ തറായി കിട്ടും. അപ്പം ഓ തറായി കിട്ടിയാൽ നമ്മൾക്ക് എന്ത് പഠിപ്പിക്കാം, ചേ ചോ ആക്കുന്ന രീതിയിൽ ആദ്യത്തേത് അതും ഒന്ന് സെറ്റാക്കി വെച്ച് പഠിപ്പിക്കാം. ഇനി മനസ്സിലേക്ക് പതിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു മെത്തേഡ് ഉണ്ട്. ഈ ഒരു സമയത്ത് എളുപ്പമായിരിക്കും. പക്ഷേ യാ എന്നുള്ള ഒരു കൂട്ടക്ഷരമൊക്കെ യായുടെ ചിഹ്നയില്ലേ, ക്യാവ്യ, അത് വരുമ്പോഴാണ് അതും കൂടെ മാറിപ്പോവുക. അപ്പോൾ ആദ്യം യുടെ ചിഹ്നം അങ്ങ് തറാക്കി വെക്കാം. അതിന് നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് ആദ്യം ഒന്ന് എഴുതി അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ വീട്ടിൽ സ്ലേറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഇതുപോലുള്ള A4 ഷീറ്റിൽ പെൻസിൽ കൊണ്ട് ഒന്ന് എഴുതി കാണിച്ചു കൊടുക്കാം. പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് വലത്തു ഭാഗത്തെ യുടെ പാർട്ടൊക്കെ ഇല്ലേ, അതെല്ലാം ഒന്ന് അങ്ങ് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം ഈ പേപ്പർ തിരിച്ചൊന്ന് പിടിക്കുക. അങ്ങനെ തിരിച്ച് പിടിക്കുമ്പോൾ യുടെ ആ ഒരു ചിഹ്നം വരും. അത് മനസ്സിൽ പതിക്കുക. അതായത് യാ അല്ല എന്നും എന്ന് പറയുമ്പോൾ അത് ഉള്ളിലേക്ക് ചൊറ വളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ചൊറ അങ്ങ് കിടക്കുന്നുണ്ട് എന്നും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാർക്കറും ഉണ്ട്, സ്കെച്ച് പെന്നും കൊണ്ട് ഒന്നങ്ങ് ഡാർക്കാക്കി വെക്കുന്നുണ്ട്. കണ്ട, ഇതേപോലെ അങ്ങ് തിരിച്ചിട്ടിട്ട് അവർക്കൊന്നങ്ങ് കാണിച്ചു കൊടുത്താൽ അത് ചൊറ അങ്ങ് ഉള്ളിലേക്ക് വരുന്നതാണ് എന്നും ചൊറ ഇല്ലെങ്കിൽ അത് യാൻ്റെ പകുതിയാണെന്നുള്ള രീതിയിലേക്ക് അവരുടെ മനസ്സിൽ അങ്ങ് പതിയും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ക്ലിയർ ആവാനുള്ള ഒരു സൂത്രം. ഏതെങ്കിലും ഒരു വ്യഞ്ജനാക്ഷരം അതിൻ്റെ അടുത്ത് എഴുതിയിട്ട് അത് സൗണ്ടിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ചാ എഴുതിയിട്ട് ചിറു ആവുന്നു, സാ എഴുതിയിട്ട് സൃ ആവുന്നു. അങ്ങനെ എക്സാമ്പിൾ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ തന്നെ ഇത് ഒരിക്കലും അവരുടെ അടുത്ത് മാറിപ്പോകാത്ത രീതിയിൽ മനസ്സിലങ്ങ് പതിഞ്ഞോളും. ഇതേപോലെ ഡെയിലി നമ്മൾ നോക്കുകയാണെങ്കിൽ 1ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലെറ്റേഴ്സ് ഒന്നും മാറിപ്പോവില്ല, അതുപോലെ തന്നെ ചിഹ്നങ്ങളൊന്നും മാറിപ്പോവില്ല. ഇനിയിപ്പോൾ കൂട്ടക്ഷരങ്ങൾ പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞുതരാം വേറൊരു വീഡിയോയിൽ. ഇത് ലെങ്തി ആയി പോകും. ഇനി 1 കഴിഞ്ഞാൽ പിന്നെ 2, 3 ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പിന്നെ അവർക്ക് വേണ്ടത് വായനയാണ്. അതായത് നമ്മൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ചില കുട്ടികൾ മാത്സ് ഓക്കെ ആയിരിക്കും, ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷേ മലയാളമായിരിക്കും
വിഷമം. അതിൻ്റെ കാരണം എന്താ? മാത്സ് പെട്ടെന്ന് ചെറിയ ക്ലാസ്സിൽ പ്രത്യേകിച്ചും വിരലുകൾ കൊണ്ട് ഒന്നങ്ങ് കൂട്ടി കുറച്ചും കഴിഞ്ഞാൽ അവർക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ മലയാളം അവർക്ക് തറാവണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്രാക്ടീസ് തന്നെയാണ്. എപ്പോഴും മക്കളെടുത്ത് പറയാം, നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടക്ഷരങ്ങളും ചിഹ്നങ്ങളും ചില്ലുകളും അതുപോലെ തന്നെ വ്യഞ്ജനങ്ങളും സ്വരവും ഇത് തന്നെയാണ് ലൈഫ് ലോങ് ഉള്ളത്. അതായത് പുതിയ ഒരു ലെറ്ററും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല, അത് തന്നെ ഒരേ അക്ഷരം തന്നെ തിരിച്ചും മറിച്ചും ഇടുന്നതല്ലേ. അപ്പം അവിടെ വേണ്ടത് പ്രാക്ടീസ് മാത്രമാണ്. അപ്പോൾ പഠിച്ച അക്ഷരങ്ങൾ വായിച്ചിട്ട് മനസ്സിലേക്ക് തറാവണം. അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് പത്രവായനയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറി ബുക്കും. അപ്പം 2-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഒരു 2 ഹെഡ്ലൈൻ, പേപ്പറിലെ 2 ഹെഡ്ലൈൻ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക, ദിവസവും വായിപ്പിക്കുക. ഇനി സ്റ്റോറി ബുക്കാണെങ്കിൽ ഒരുപാട് സ്റ്റോറി ബുക്കുകളുണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരാം. സ്റ്റോറി ബുക്ക് ഒരു ദിവസം ഒരു സ്റ്റോറിയൊന്നും കുട്ടികൾക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു 2 വരി അവരെ കൊണ്ട് വായിപ്പിക്കുക. പെറുക്കി അവർ വായിച്ച് പ്രാക്ടീസ് ചെയ്യട്ടെ, തൊട്ട് വായിപ്പിക്കുക. അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ ഇതും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതും നമുക്ക് ചാർട്ടായിട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ A4 ഷീറ്റിൽ ചെയ്യാം. എന്നിട്ട് ഒരു മരം വരയ്ക്കുക. മരത്തിന് ലീഫൊന്നും വരയ്ക്കരുത്. അപ്പം കുഞ്ഞു സ്റ്റോറീസുള്ള ബുക്കില്ലേ, ഗുണപാഠ കഥകൾ, അതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് ഓരോ സ്റ്റോറി തീരുമല്ലോ. അല്ലാതെ ഒരു ബുക്ക് നിറച്ച സ്റ്റോറി ആകുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടില്ല. വേഗം തീരുന്ന കഥയാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു 3 ദിവസം കൊണ്ട് ഒരു സ്റ്റോറി വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ 3-4 വരികൾ ഒരു ദിവസം വായിക്കുക, അല്ലെങ്കിൽ 1-2 വായിച്ചിട്ട് ഒരു പാരഗ്രാഫൊക്കെ ആണെങ്കിൽ അത് തീരുന്ന ഗുണപാഠ കഥകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഓരോ സ്റ്റോറി കഴിയുമ്പോഴും ഇതേപോലെ ഓരോരോ ഇലകൾ കൊടുക്കുക. എന്നിട്ട് വായിച്ച സ്റ്റോറിയുടെ പേര് അവിടെ താഴെ നമ്മൾ തന്നെ എഴുതുക. കുട്ടിയൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ആ ഒരു മരത്തിന് ഇലകൾ കൊണ്ടങ്ങ് നിറയ്ക്കുക. ഇത്രയും നിറച്ച് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് തരുമെന്നുള്ള ഒരു ഓഫറും കൂടെ കൊടുക്കുക. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കുട്ടികളത് ചെയ്തോളും. അപ്പോൾ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും കുട്ടികളെ കുട്ടികൾക്ക് ബേർഡൻ ആവുന്ന രീതിയിൽ, അവരെ കമ്പൽ ചെയ്തിട്ട് ഒരു സ്ട്രെസ്സ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ടുവരരുത്. അവർ റിലാക്സ് ആയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഓരോ ഇലയും അവർക്ക് ഓരോരോ സമ്മാനമാണ്. അപ്പോൾ ഇലകൾ നിറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗിഫ്റ്റ് നമ്മൾ ഓഫർ ചെയ്യുക. വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു പെൻസിൽ സെറ്റോ അല്ലെങ്കിൽ ഒരു ഇറേസർ, പല മോഡലിലുള്ള ഇറേസർ, അതൊക്കെ അവർക്ക് വലിയ ഗിഫ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുക. ഗിഫ്റ്റൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ലെങ്കിലും ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളൊരു റെഡ് പെന്ന് കൊണ്ട് ടീച്ചേഴ്സൊക്കെ ഇടുന്നത് പോലെ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക, ഒരു ഐസ്ക്രീം വരച്ചു കൊടുക്കുക, അതെല്ലാം വലിയൊരു പ്രോത്സാഹനമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അതുപോലെയുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കാം. ഞാനൊരു റീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് 2-ാം ക്ലാസ് മുതൽ 2 മുതൽ 4 വരെയുള്ള മക്കൾക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ മലർവാടി പോലെയുള്ള ബുക്സ്, അതല്ലെങ്കിൽ കളിക്കൊടുക്കുക, ഒരുപാട് ബുക്കുകളില്ലേ. പണ്ടൊക്കെ നമ്മൾ ബാലരമയും പൂമ്പാറ്റൊക്കെ വായിച്ചിട്ടല്ലേ വളർന്നത്. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് അതൊന്നും എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ മാക്സിമം അതുപോലെയുള്ള പൂമ്പാറ്റ, ബാലരമ എന്തൊക്കെയാണോ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ട് അവരെ ഒരു വായനയിലേക്ക് അവരെ കൊണ്ടുവരിക. പിന്നെ നമ്മളെപ്പോഴും വായിക്കുക എന്ന് കുട്ടികളടുത്ത് പറയാതെ നമ്മൾ അതിനുള്ള ഒരു അന്തരീക്ഷം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതായത് പല വീടുകളിലും നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികളടുത്ത് പഠിക്കുക എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ സീരിയൽ കാണുക. അപ്പം മുതിർന്നവർ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീരിയലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ മക്കളുടെ സ്റ്റഡി ടൈമിൽ നമ്മൾ അവരെ ഒന്ന് റൂമിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകുക. അതായത് നമ്മൾ ഏത് സമയത്ത് അവിടെ ഇരിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മളൊരു ശ്രദ്ധ ഉണ്ടാവണം. പിന്നെ പഠിക്കുക എന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പല്ലവി നമ്മളങ്ങ് നിർത്തിയിട്ട് അവർ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും പല അമ്മമാരും കണ്ടിട്ടുണ്ട്, കുട്ടികളെ അടിച്ച് പഠിപ്പിക്കുക, ചീത്ത പറഞ്ഞ് പഠിപ്പിക്കുക, കുട്ടികൾക്കും മാനസിക പ്രയാസം, നമുക്കും ഒരു സ്ട്രെസ്സ്, അങ്ങനെയുള്ള അന്തരീക്ഷം ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ മൈൻഡ് വേറെ എന്തെങ്കിലും ഒന്ന് ഡൈവേർട്ട് ആക്കുക. അതായത് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഫോൺ നോക്കുന്നത് ഒഴിവാക്കിയിട്ട്, TV കാണുന്നത് ഒഴിവാക്കിയിട്ട് വേറെ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, നമുക്ക് റീഡ് ചെയ്യാം. കുട്ടികളുടെ അടുത്ത് നിന്നിട്ട് നമുക്കൊരു പേപ്പർ വായിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവലൊക്കെ നമ്മൾ വായിച്ചുകൊണ്ട് തന്നെ കുട്ടികളെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ കൂളായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പണികൾ ഇപ്പോൾ അയൺ ചെയ്യുന്ന സമയമൊക്കെ കുട്ടികളെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അയൺ ചെയ്യാം. അപ്പം നമ്മുടെ ജോലികൾ അങ്ങനെ സാവധാനം തീർക്കുന്ന ജോലികൾ, റിലാക്സ് ആയിട്ട് ചെയ്യുന്ന ജോലികൾ ആ സമയത്ത് ചെയ്തുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ അടുത്തിരുന്നിട്ട് ചീത്ത പറയുക,
അടിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ അവരും മാനസികമായിട്ട് വല്ലാത്ത ഒരു ടെൻഷനായിരിക്കും. പഠിക്കാനുള്ള ഇഷ്ടമേ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ ലെറ്റർ തറാക്കാൻ, ചിഹ്നങ്ങൾ തറാക്കാൻ നമ്മൾ കൂടെ തന്നെ വേണം. അത് ബേസ് ഓക്കെ ആയി കഴിഞ്ഞാലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ ശീലങ്ങളാണ് ശരിക്കും കുട്ടികൾ അനുകരിക്കുന്നത്. നമ്മൾ ഒരു വായിക്കുന്ന ഒരു അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വായനശീലം കുട്ടികൾക്ക് വരും. നമ്മൾ അതൊന്നുമല്ല എന്നും കുട്ടികളുടെ മുന്നിൽ നിന്ന് ഫോൺ നോക്കുക, TV കാണുക, ഇതാണ് നമ്മുടെ ലോകമെങ്കിൽ അവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് നമ്മളത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് റോൾ മോഡലായിട്ട് നമ്മൾ മാറുക. അപ്പോൾ നമ്മുടെ റിലാക്സിങ് ടൈം, ഇപ്പോൾ ഫോൺ നോക്കുക, TV കാണുക, അതൊക്കെ കുട്ടികൾ സ്കൂളും വിട്ട് വരുന്നതിൻ്റെ മുന്നേ തീർക്കുക. എന്നിട്ട് അവരെന്താണോ നമ്മളിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ വീട്ടിൽ ശീലിക്കുക. അത് ഏറ്റവും നല്ല ഓപ്ഷനാണ്. അല്ലാതെ പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് അവരെ സ്വൈര്യം കെടുത്തുന്നത് അല്ലെങ്കിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ മാക്സിമം കുറക്കുക. എന്ന് വെച്ചിട്ട് ഒന്നും പറയേണ്ടെന്നല്ല ഉദ്ദേശിച്ചത്, അവർക്കൊരു ടെൻഷൻ ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ അവരെടുത്ത് പെരുമാറുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് അവർക്ക് പഠിക്കാനുള്ള സമയത്തെക്കുറിച്ചാണ്. ഇത് മലയാളത്തിൻ്റെ കേസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും കൂടെ നമ്മൾ ഡെയിലി പഠിക്കണമല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് കുറച്ച് കൺസെപ്റ്റേ ഓരോ ദിവസവും കൊടുക്കൂ. എല്ലാം കൂടെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, ആ ഓരോ കുട്ടികളുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും ബുദ്ധിയുടേത്. അവരുടെ ഓർമ്മിക്കാൻ ചില കുട്ടികൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ അത് മാത്രം പഠിക്കാനെടുക്കുക. അല്ലാതെ ചില മക്കളുണ്ട് പഠിക്കേണ്ട സമയമായിരിക്കും ന്യൂസ് എഴുതാൻ പോവുക, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയമായിരിക്കും ഹോംവർക്ക് ചെയ്യുക. ഇത് രണ്ടും കഴിഞ്ഞിട്ട് പഠിച്ചു എന്ന് പറയും. അതല്ലാതെ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് 1 മണിക്കൂർ എടുക്കുക. അതിനുശേഷം ഇതുപോലെയുള്ള ന്യൂസ് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനോ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാവും. A4 ഷീറ്റിൽ കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ഒരുപാട് ഹോംവർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അതൊക്കെ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അരമണിക്കൂർ അതിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലാതെ വൈകുന്നേരം മുതൽ രാത്രി വരെ പുസ്തകം കൊണ്ട് വെറുതെ നടന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പുസ്തകത്തിൻ്റെ മുന്നിലിരുന്നിട്ടും കാര്യമില്ല. 1 മണിക്കൂർ കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ടോ? ഇനി ചില കുട്ടികൾക്ക് അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീരും. അങ്ങനെയുള്ള കുട്ടികൾ അരമണിക്കൂർ മതി. അരമണിക്കൂർ കൊണ്ട് എല്ലാ സബ്ജക്റ്റും പഠിച്ചു തീരുവാണെങ്കിൽ അതന്നെ ധാരാളം. ബാക്കിയുള്ള അരമണിക്കൂർ അവരുടെ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാനും കൂടി എടുക്കുക. ഡെയിലി 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എല്ലാ സബ്ജക്റ്റും അന്നന്ന് എടുക്കുന്ന പാഠഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ആണ് പ്രധാനം. ആ ടെക്സ്റ്റ് ബുക്കും വായിച്ച് ആ നോട്ടും വായിച്ച് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ എത്ര ആവറേജ് ആണെങ്കിലോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണെങ്കിലോ അവർക്ക് നല്ല ടോപ്പ് മാർക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല ബേസ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ശീലം നമ്മൾ കുട്ടികളിൽ കൊണ്ടുവരിക. അതിൻ്റെ കൂടെ സ്കൂൾ വിട്ട് വന്ന ഡെയിലി ഇത്തിരി സമയം കളിക്കാനും ഇത്തിരി സമയം കാർട്ടൂൺ കാണാനൊക്കെ നമ്മൾ അവരെ സമ്മതിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെ കൊടുത്ത് നല്ല പാരൻ്റായിട്ട് നമുക്കും മാറാം. ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയെക്കുറിച്ച് എന്ത് തന്നെയാണെങ്കിലും അത് കമൻസായിട്ട് അറിയിക്കുകയും വേണേ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.